ഹായ് ഓൾ, വെൽക്കം ടു ഇന്ത്യ മജിസ്റ്റർ. 2022 പ്രിലിംസിന് ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്ത് വരുന്ന സെഷനിലെ 9ാമത്തെ എപ്പിസോഡാണിത്. അപ്പോൾ നമ്മൾ 8 എപ്പിസോഡുകളായിട്ട് ധാരാളം ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്തു. ധാരാളം സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുകൾ, കഴിഞ്ഞ ഒരു വർഷത്തെ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്ത് വന്നത്. അപ്പോൾ അതിൻ്റെ 9ാമത്തെ എപ്പിസോഡാണിത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് കൂടി നിങ്ങൾ കാണുക. അതുപോലെ ഇന്ത്യ മജിസ്റ്ററിൻ്റെ ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാത്തവർ ഡൗൺലോഡ് ചെയ്യുക. അതിൽ കറണ്ട് അഫയേഴ്സൊക്കെ വളരെ കൃത്യമായിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്കത് ജസ്റ്റ് റീഡ് ചെയ്യാം, റൈറ്റപ്പ് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ പ്രിലിംസിന് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ, അല്ലെങ്കിൽ വളരെ സാധ്യതയുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കൂടി രേഖപ്പെടുത്തുക. മറ്റുള്ള ആസ്പിറൻസിന് കൂടി നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് 9ാമത്തെ എപ്പിസോഡിലെ ടോപ്പിക്കുകളിലേക്ക് കടക്കാം. കറണ്ട് അഫയേഴ്സിൻ്റെ 9ാമത്തെ എപ്പിസോഡിലെ ടോപ്പിക്കുകളിലേക്ക് കടക്കുകയാണ് നമ്മൾ. അപ്പോൾ 2022 പ്രിലിംസിന് ആസ്പദമാക്കിയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് സെഷനിലെ 9ാമത്തെ എപ്പിസോഡാണ്. 8 എപ്പിസോഡുകളിൽ നമ്മൾ ധാരാളം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ 9ാമത്തെ എപ്പിസോഡിലേക്ക് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലേക്ക് നമുക്ക് കടക്കാം. ഫസ്റ്റ് റീസെൻ്റ്ലി ന്യൂസിൽ വന്ന ഒരു കാര്യമാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് അബൌട്ട് സിനോ ട്രാൻസ്പ്ലാന്റേഷൻ. സിനോ ട്രാൻസ്പ്ലാന്റേഷൻ നിങ്ങൾക്ക് അവിടെ പിക്ചറിൽ കാണാം. ന്യൂസിൽ US man with transplanted pig's heart likely died due to virus that doesn't infect humans. അപ്പോൾ ഈ പിഗിൻ്റെ പന്നിയുടെ ഹൃദയം വെച്ച് പിടിപ്പിക്കുകയുണ്ടായി US-ലൊരു മനുഷ്യന്. ഇത് വളരെ പുതിയൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ന്യൂസായിട്ട് ധാരാളമായിട്ട് ന്യൂസുകൾ വന്നതാണ്. സിനോ അങ്ങനെ ഒരു ഡിഫറെൻറ്റ് സ്പീഷീസുകളിൽ നിന്നും ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സിനോ ട്രാൻസ്പ്ലാന്റേഷൻ എന്നറിയപ്പെടുക. ഓക്കെ, സിനോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഓർഗൻസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സ്പീഷീസ്. ഇപ്പോൾ പലതരത്തിലുള്ള സ്പീഷീസുകളിൽ നിന്നും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്പീഷീസ്. അപ്പോൾ പിഗ് വേറൊരു സ്പീഷീസാണ്, ഹ്യൂമൻ വേറൊരു സ്പീഷീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഡിഫറെൻറ്റ് സ്പീഷീസ് ആണല്ലോ രണ്ടുപേരും. അപ്പോൾ അങ്ങനെ ഓർഗൻസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിനോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയാം. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ, അതായത് ഈ പിഗിൽ ഉപയോഗിച്ചത് ജനറ്റിക്കലി മോഡിഫൈഡ് പിഗാണ്. സാധാരണ ഒരു പിഗിനെ അല്ല നമ്മൾ ഉപയോഗിച്ചത്, ജനറ്റിക്കലി മോഡിഫൈഡ് പിഗ് ഹാർട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കാം. ജനറ്റിക്കലി മോഡിഫൈഡ് പിഗ് ഹാർട്ട്, ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള പിഗ് ഹാർട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി അവിടെ UPSC ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്തുകൊണ്ട് പിഗിനെ ഉപയോഗിച്ചു എന്നാണ്. വൈ പിഗ്? മറ്റുള്ള ഏതെങ്കിലും ജീവികളുടെ ഹാർട്ട് ഉപയോഗിച്ചുകൂടായിരുന്നു എന്ന് ചോദിച്ചാൽ, പിഗിൻ്റെ ഹാർട്ട് പെട്ടെന്ന് മെച്ചുറാവും, ക്വിക്ക്ലി. ദാറ്റ് ഈസ് ദ മെയിൻ റീസൺ, ക്വിക്ക്ലി. ഒന്നാമത്തെ റീസൺ അതാണ്. രണ്ടാമത്തത് സൈസ്. ഇപ്പോൾ പിഗിൻ്റെ ഹാർട്ടിൻ്റെ സൈസും അതുപോലെ പിഗിൻ്റെ ഹാർട്ടിൻ്റെ വളർച്ചയും ഏകദേശം എങ്ങനെയാണ്? ഓൾമോസ്റ്റ് സെയിം ടു ദ ഹ്യൂമൻ ഹാർട്ട്. ഹ്യൂമൻ ഹാർട്ടുമായിട്ട് നമുക്ക് ഏകദേശം സെയിം ആയിട്ടുള്ള ഒരു ഹാർട്ടാണ് പിഗിൻ്റെ ഹാർട്ട്, നമുക്ക് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഓപ്പറേഷൻ ആയാലും അതിൻ്റെ സൈസ് ആയാലും. അതുകൊണ്ടാണ് നമ്മൾ പിഗിൻ്റെ ഹാർട്ട് തന്നെ എന്ത് ചെയ്തത്, തിരഞ്ഞ് എടുത്തത്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട, സിനോ ട്രാൻസ്പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർക്കേണ്ട രണ്ട് ടേം എന്ന് പറയുന്നത്, ഒന്ന് ഓട്ടോക്രാഫ്റ്റ് ആണ്. എന്താണ് ഓട്ടോക്രാഫ്റ്റ് എന്ന് ഓർക്കുക. ഓട്ടോക്രാഫ്റ്റ് എന്ന് പറയുന്നത് സെയിം ഇൻഡിവിജ്വൽസുകൾ തമ്മിലുള്ള ട്രാൻസ്പ്ലാന്റേഷനെയാണ് നമ്മൾ ഓട്ടോക്രാഫ്റ്റ് എന്ന് വിളിക്കുക. ആൻഡ് മറ്റൊരു ടേമാണ് അലോക്രാഫ്റ്റ്. അലോക്രാഫ്റ്റ് എന്ന് വെച്ചാൽ സെയിം സ്പീഷീസുകൾ തമ്മിലുള്ള ട്രാൻസ്പ്ലാന്റേഷൻ, ട്രാൻസ്പ്ലാന്റേഷനാണ് അലോക്രാഫ്റ്റ് എന്ന് വിളിക്കുക. ഓട്ടോക്രാഫ്റ്റ് ആൻഡ് അലോക്രാഫ്റ്റ്. ഓട്ടോക്രാഫ്റ്റ് എന്ന് പറയുന്നത് സെയിം ഇൻഡിവിജ്വൽസുകൾ തമ്മിലുള്ളതാണ്. അലോക്രാഫ്റ്റ് സെയിം സ്പീഷീസുകൾ തമ്മിലുള്ളതാണ്. ഓക്കെ, ഈ ടു അവോയ്ഡ് ആൻറ്റിജൻ എന്നൊരു സംഗതിയെക്കുറിച്ച് നിങ്ങൾ ഇവിടെ ഓർത്ത് വെക്കുക. എന്താണ് ആൻറ്റിജൻ എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻറ്റിജൻ മീൻസ് ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനകത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ഇപ്പോൾ നമ്മളൊരു ഓർഗൻ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ സം ടോക്സിക് മെറ്റീരിയൽസ് ക്യാൻ ബി ക്രിയേറ്റഡ്. ഇറ്റ്സ് സച്ച് ടൈപ്പ് ഓഫ് ഫോറിൻ സബ്സ്റ്റൻസ് ഓർ ടോക്സിക് വിച്ച് വിൽ ഓൺ ദ ഇമ്മ്യൂൺ റെസ്പോൺസ് ഓഫ് ദ ബോഡി. അപ്പോൾ ഇമ്മ്യൂൺ റെസ്പോൺസിന് വേണ്ടിയിട്ട് ഈ ഫോറിൻ സബ്സ്റ്റൻസ് ബോഡിയിലേക്ക് വരുമ്പോൾ, ഈ വേറൊരു ഹാർട്ടോ അല്ലെങ്കിൽ വേറൊരു ഓർഗനോ ബോഡിയിലേക്ക് വരുമ്പോൾ സം ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് നമ്മൾ ആൻറ്റിജൻ എന്ന് വിളിക്കുക. ഇപ്പോൾ ആൻറ്റിജനെ
ആൻറ്റിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആൻറ്റിജൻ പോലുള്ള ടോക്സിക് മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യുകയും അത് ഇമ്മീഡിയറ്റ്ലി ഡെത്തിന് കാരണമാകുകയും ചെയ്യുന്നത് കുറയ്ക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചത്, പിഗിൻ്റെ ഹെർട്ട് ഉപയോഗിച്ചതെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഓക്കെ, സോ ആൻറ്റിബോഡി എന്താണെന്ന് കൂടി ഓർത്ത് വെക്കണം. ആൻറ്റിബോഡി എന്ന് പറയുന്നത് ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെയാണ് നമ്മൾ ആൻറ്റിബോഡി എന്ന് വിളിക്കുക. അപ്പോൾ അതൊരു സ്റ്റാറ്റിക് പോർഷനാണ്. ബോഡിയുടെ ഇമ്മ്യൂൺ ബോഡി സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണത് ആൻറ്റിബോഡി. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് ആൻറ്റിബോഡി. ആൻഡ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട് ധാരാളം ന്യൂസുകളിൽ വരാറുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയിലെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. നോക്കുക, ദ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, നാഷണൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഡേ November 27 ആണ് കേട്ടോ. November 27. November 27 നമ്മൾ നാഷണൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. സോ അക്കോർഡിംഗ് ടു ദ നാഷണൽ ഹെൽത്ത് പോർട്ടൽ അബൌട്ട് 5 lakh people ഡൈ എവറി ഇയർ ഡ്യൂ ടു നോൺ അവൈലബിലിറ്റി ഓഫ് ഓർഗൻസ്. അപ്പോൾ ഓരോ വർഷവും ഓർഗനിൻ്റെ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഏകദേശം 5 ലക്ഷം ആൾക്കാരാണ് മരിക്കുന്നതെന്നാണ് നാഷണൽ ഹെൽത്ത് പോർട്ടലിൻ്റെ കണക്ക്. ഓക്കെ, 5 lakh people ആർ ഡൈഡ് ഡ്യൂ ടു നോൺ അവൈലബിലിറ്റി ഓഫ് ഓർഗൻസ്. ആൻഡ് നോക്കുക, അബൌട്ട് 0.65 per million people ആർ ഡൊണേറ്റിംഗ് ഓർഗൻസ് ഇൻ ഇന്ത്യ. ഓക്കെ, നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം എത്ര ആൾക്കാരാണ് ഓർഗൻ ഡൊണേറ്റ് ചെയ്യുന്നത്? 6.65 per million. ഒരു മില്യണിൽ 0.65 ആൾക്കാരോളം ഓർഗൻസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പറയാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു പോയിന്റ് നിങ്ങൾ ഓർക്കേണ്ടത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കൃത്യമായിട്ട് നടക്കുന്ന സ്റ്റേറ്റ് തമിഴ്നാടാണ്. ഓക്കെ, തമിഴ്നാട് ഈസ് ദ ബെസ്റ്റ് സ്യൂട്ടഡ് സ്റ്റേറ്റ് ഫോർ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് തമിഴ്നാട് വരികയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഓക്കെ, ഇറ്റ്സ് ദ ബെസ്റ്റ് സ്റ്റേറ്റ് ഫോർ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. Organ donation in India is regulated by Transplantation of Organs and Tissues Act of 1994. ഇപ്പോൾ ഇന്ത്യയിൽ ഒരു നിയമമുണ്ട്, ആ നിയമം ഓർത്ത് നോക്കുക. ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട്. ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് 1994. ടിഷ്യൂസ് ആക്ട് 1994. അപ്പോൾ ഈ ഒരു ആക്ട് പ്രകാരം, ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് 1994 പ്രകാരമാണ് ഇന്ത്യയിലെ ഓർഗൻ ഡൊണേഷനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തികളും നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു നിയമം, ഈ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഓർഗൻസ് ആക്ട് 1994 ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഓർഗൻസ് ആക്ടിനെ കുറിച്ച് നമുക്ക് അറിയണം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇറ്റ് വാസ് അമെൻഡഡ് ഇൻ 2011. 2011 ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, അമെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഓർത്ത് നോക്കാം. ഓക്കെ, ഇറ്റ് ഈസ് അമെൻഡഡ് ഇൻ 2011. It provides various regulations for the removal of human organ and storage. അപ്പോൾ ഈ ഹ്യൂമൻ ഓർഗൻ റിമൂവലിനെ കുറിച്ചും അല്ലെങ്കിൽ ഹ്യൂമൻ ഓർഗൻ്റെ സ്റ്റോറേജിനെ കുറിച്ചുമുള്ള റെഗുലേഷൻ ആൻഡ് കൺട്രോൾ ഈ ഒരു നിയമപ്രകാരമാണ് ഇന്ത്യയിൽ നടപ്പാക്കുന്നത്. ഓക്കെ, ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് ഓഫ് 1994. ആൻഡ് ഈ ആക്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, UPSCയിൽ വരാൻ സാധ്യതയുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്, ബ്രെയിൻ ഡെത്തിൻ്റെ ഡെഫിനിഷൻ ഈ നിയമത്തിലാണ് പറഞ്ഞത്. ഓക്കെ, ബ്രെയിൻ ഡെത്ത് ഉണ്ടല്ലോ. സോ വാട്ട് ഈസ് ബ്രെയിൻ ഡെത്ത്, അല്ലെങ്കിൽ എന്താണ് ബ്രെയിൻ ഡെത്തിൻ്റെ ഡെഫിനിഷൻ ഉൾക്കൊള്ളുന്ന നിയമം എന്ന് പറയുന്നത് ഏതാണ്? ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് ഓഫ് 1994 ആണെന്ന് ഓർത്ത് നോക്കാം. ഈ ഒരു ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രെയിൻ ഡെത്ത് ഡിഫൈൻ ചെയ്യുന്നത് ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് ഓഫ് 1994 ആണ്. And it also provides regulatory and advisory bodies for monitoring transplantation activity and also provides for maintenance of regulatory donors. അപ്പോൾ ഡോണേഴ്സും അതുപോലെ ട്രാൻസ്പ്ലാന്റേഷൻ ആക്ടിവിറ്റീസ് എല്ലാം മോണിറ്റർ ചെയ്യുകയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൺട്രോൾ നടത്തുകയും ചെയ്യുന്നത് ഈ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ടു നോ അബൌട്ട് വാട്ട് ഈസ് ജീൻ. നമ്മൾ ജീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കണം. ഇറ്റ്സ് അബൌട്ട് ഫ്രം സയൻസ് ആൻഡ് ടെക് പോർഷൻ. സയൻസ് ആൻഡ് ടെക് പോർഷനിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ജീൻ ആൻഡ് ജീനോം സീക്വൻസിങ് അല്ലെങ്കിൽ ജീൻ എഡിറ്റിംഗ് എന്താണ് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ജീൻ മീൻസ് എ പോർഷൻ ഓഫ് DNA ദാറ്റ് ആർ ടാസ്ക്ഡ് വിത്ത് സ്പെസിഫിക് പ്രോട്ടീൻ. അപ്പോൾ സ്പെസിഫിക് പ്രോട്ടീനുള്ള പോർഷൻ ഓഫ് DNA ആണ് നമ്മൾ എന്ത് വിളിക്കുക? ജീൻ എന്ന് വിളിക്കുക. പോർഷൻ ഓഫ് DNA is called gene. അതിനാണ് നമ്മൾ ജീൻ എന്ന് വിളിക്കുക. ആൻഡ് ജീനോം സീക്വൻസിങ്, വാട്ട് ഈസ് ജീനോം സീക്വൻസിങ്? ഇറ്റ് ഡിറ്റർമൈൻസ് ലൊക്കേഷൻ ഓഫ് ജീൻസ് ഓൺ ക്രോമസോംസ്. ജീനോം സീക്വൻസിങ് എന്ന് വെച്ചാൽ എന്താണ്? ജീനോം സീക്വൻസിങ് മീൻസ് ഇറ്റ് ഡിറ്റർമൈൻസ് ലൊക്കേഷൻ ഓഫ് ജീൻസ് ഓൺ ക്രോമസോം. ഇറ്റ് ഡിറ്റർമൈൻസ് ലൊക്കേഷൻ ഓഫ് ജീൻസ് ഓൺ ക്രോമസോം. ലൊക്കേഷൻ ഓഫ് ജീൻസ് ഓൺ ക്രോമസോം. അപ്പോൾ ഒരു ക്രോമസോമിലെ ലൊക്കേഷൻ
കൃത്യമായിട്ട് അറിയുന്നതാണ് ജീനോം സീക്വൻസിങ്. ഇറ്റ് ഡിറ്റർമൈൻസ് ദ ലൊക്കേഷൻ ഓഫ് ജീൻസ് ഓൺ ക്രോമസോം. അതിനാണ് നമ്മൾ ജീനോം സീക്വൻസിങ് എന്ന ടേം കൊണ്ട് എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. സോ ഇന്ത്യ എക്സ്പാൻഡ് ജീനോം സീക്വൻസിങ് നെറ്റ്വർക്ക് ടു നെയ്ബർഹുഡ് എന്ന് മോദി PM മോദി അറ്റ് ഗ്ലോബൽ സബ്മിറ്റ് ഒരു റീസെൻറ്റ് ന്യൂസ് ആയിരുന്നു. സോ നമ്മളതാണ് പറഞ്ഞത് ജീനോം സീക്വൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു എന്തൊക്കെ മെത്തേഡ്സ് ആണ്. ദർ ആർ വേരിയസ് മെത്തേഡ്സ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ജീനോം സീക്വൻസിങ്. അപ്പം ഈ ജീനോം സീക്വൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് UPSC ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക. ബിക്കോസ് അത് ന്യൂസിൽ വന്നതുകൊണ്ട് നമ്മളത് വായിച്ചിരിക്കണം. നോക്കാം. ഒന്നാമത്തെ മെത്തേഡ് സാങ്കർ മെത്തേഡ്. 2 സ്റ്റാർ ട്രക്ക് മെത്തേഡ്. 3 നാനോപോർ മില്ലൻ. ഓക്കെ, നാനോപോർ മില്ലൻ. അപ്പോൾ ഈ 3 മെത്തേഡുകളാണ്. ഓക്കെ, ജീനോം സീക്വൻസിങ്ങുമായി ബന്ധപ്പെട്ട 3 മെത്തേഡുകൾ എന്ന് പറയുന്നത് ഒന്ന് സാങ്കർ, ഒന്ന് സ്റ്റാർ ട്രക്ക്, ഒന്ന് നാനോപോർ മില്ലൻ. ഓക്കെ, സോ എന്തൊക്കെ യൂസുകളാണ് ഈ ജീനോം സീക്വൻസിങ്ങിനുള്ളത്? വാട്ട് ആർ ദ യൂസസ് ഓഫ് ദിസ് ജീനോം സീക്വൻസിങ് മെത്തേഡ്? ഇനി നമുക്ക് യൂസസ് എന്തൊക്കെയാണെന്ന് അറിയണം. ഓക്കെ, ഫസ്റ്റ് ഇസ് അണ്ടർസ്റ്റാൻഡിങ് വൈറസ്. അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതിന് നമുക്ക് ജീനോം സീക്വൻസ് ഉപയോഗിക്കാം. ഈ കൊറോണ വൈറസിനൊക്കെ ബന്ധപ്പെട്ടത് ധാരാളം ന്യൂസുകൾ വന്നിട്ടുണ്ട്. അണ്ടർസ്റ്റാൻഡിങ് വൈറസ്. 2 ജീൻ എഡിറ്റിംഗ് തെറാപ്പിക്ക് നമുക്ക് ഉപയോഗിക്കാം. ജീൻ എഡിറ്റിംഗ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് സോ മെനി ഡിസീസസ്. ജീൻ എഡിറ്റിംഗ് തെറാപ്പി. അതുപോലെ വാക്സിൻ ഡെവലപ്മെൻറ്റിന് ഉപയോഗിക്കാം. ഓക്കെ, ലൈക്ക് കോവാക്സിൻ ഒക്കെ ഉണ്ടല്ലോ, കോവിഷീൽഡ്. ഓക്കെ, ആൻഡ് ആൾസോ ട്രേസ് മ്യൂട്ടേഷൻ. ഇപ്പോൾ ഒരു വൈറസിൻ്റെ മ്യൂട്ടേഷൻസ് കൃത്യമായിട്ട് ട്രേസ് ചെയ്യാൻ പറ്റും. ട്രേസ് മ്യൂട്ടേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള വേരിയസ് പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? ഈ ജീനോം സീക്വൻസിങ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ജീനോം സീക്വൻസിങ്. അപ്പോൾ ഫോർ അണ്ടർസ്റ്റാൻഡിങ് വൈറസ്, ജീൻ എഡിറ്റിംഗ് തെറാപ്പി, വാക്സിൻ ഡെവലപ്മെൻറ്റ്, ട്രേസ് മ്യൂട്ടേഷൻ എന്ത് ചെയ്യാൻ പറ്റും? ട്രേസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് വെക്കാം. ഇനി ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഇതിൻ്റെ കൂടെ, ഈ ജീനോം സീക്വൻസിങ്ങിൻ്റെ കൂടെ ഓർത്ത് വെക്കേണ്ടത് ഇന്ത്യൻ SARS-CoV-2 ജീനോമിക്സ് കൺസോർട്ടിയം. അപ്പോൾ ഇന്ത്യയുടെ SARS-CoV-2 ദാറ്റ് ഈസ് കൊറോണ വൈറസ് അല്ലേ, ജീനോമിക്സ് കൺസോർട്ടിയം എന്താണ് എന്ന് ഓർത്ത് വെക്കണം. കൺസോർട്ടിയം. അപ്പോൾ ഇത് ഇന്ത്യയുടെ പ്രോഗ്രാമാണ്. ഇന്ത്യ SARS-CoV-2 ജീനോമിക് കൺസോർട്ടിയം എന്താണ്? ഇറ്റ് ഈസ് എ ജോയിൻറ്റ് ഇനിഷ്യേറ്റീവ് ബൈ ദ യൂണിയൻ ഹെൽത്ത് മിനിസ്ട്രി ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി, CSIR ആൻഡ് ICMR. ഇതാരൊക്കെ ഉണ്ട് ഇതിനകത്ത്? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് മിനിസ്ട്രി ഉണ്ട്, ICMR ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, CSIR കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി. ഇപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ് ഇന്ത്യൻ SARS-CoV-2 ജീനോമിക്സ് കൺസോർട്ടിയം ബൈ മിനിസ്ട്രി ഓഫ് ഹെൽത്ത്, ICMR, CSIR and biotechnology. So it is a consortium of 38 laboratories to monitor the genomic variations in SARS-CoV-2. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ കൺസോർട്ടിയം ഓഫ് 38 laboratories. മൊത്തം എത്ര ലാബോറട്ടറി ഉണ്ട്? 38 laboratories ഉണ്ട്. അപ്പോൾ 38 laboratories-ൻ്റെ ഒരു ഗ്രൂപ്പാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ജീനോമിക് വേരിയേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, ഫോർ ഐഡൻറ്റിഫൈയിങ് ദ ജീനോമിക് വേരിയേഷൻസ് ഇൻ SARS-CoV-2. ജീനോമിക് വേരിയേഷൻ SARS-CoV-2 വൈറസിലെ ജീനോമിക് വേരിയേഷൻസ് എന്ത് ചെയ്യുക? വേരിയേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് അബൌട്ട് ജീനോം ഇന്ത്യ പ്രോജക്റ്റ്. സോ എന്താണ് ജീനോം ഇന്ത്യ പ്രോജക്റ്റ് എന്ന് കൂടി, ഇപ്പോൾ ജീനുമായി ബന്ധപ്പെട്ട് ജീനോം ഇന്ത്യ പ്രോജക്റ്റ് എന്താണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ജീനോം ഇന്ത്യ പ്രോജക്റ്റ് മീൻസ് ഇറ്റ് വാസ് മൈ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്. അപ്പോൾ ജീനോം ഇന്ത്യ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ മിനിസ്ട്രി ഹെൽത്ത് ഒന്നുമല്ല, ബൈ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക് ഓർ സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്ട്രിയാണ് ജീനോം ഇന്ത്യ പ്രോജക്റ്റ് നടപ്പാക്കുന്നത്. സോ ഇത് കൊളാബറേഷൻ വിത്ത് 20 ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻക്ലൂഡിങ് IIS ആൻഡ് IIT. ഏകദേശം 20 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ജീനോം ഇന്ത്യ പ്രോജക്റ്റിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് IIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, IIS Indian Institute of Science. Okay, so it aims to build a grid of the India to reference genome to fully understand and type of nature and diseases and trace. അപ്പോൾ കൃത്യമായിട്ട് ഡിസീസസ് ട്രാക്ക് ചെയ്യുക, കൃത്യമായിട്ട് മ്യൂട്ടേഷൻസ്, വൈറസ് മ്യൂട്ടേഷൻസ് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുക, ആൻഡ് ഡൈവേഴ്സ് ഇന്ത്യൻ പോപ്പുലേഷനെ കൃത്യമായിട്ടുള്ള ഡിസീസ് പ്രോബ്ലംസ് ആൻഡ് വൈറസ് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഈ ജീനോം ഇന്ത്യ പ്രോജക്റ്റ് ഇന്ത്യ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓർക്കേണ്ട ഒരു കാര്യം, ഈ ജീനോം ഇന്ത്യ പ്രോജക്റ്റിൻ്റെ
മെയിൻ ഹെഡ് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. ഓക്കെ, സോ അതുപോലെ മറ്റൊരു പ്രോജക്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഇന്ത്യാജൻ പ്രോജക്റ്റ് ആണ്. ഇന്ത്യാജൻ പ്രോജക്റ്റ്. ഓക്കെ, എന്താണ് ഇന്ത്യാജൻ പ്രോജക്റ്റ് എന്ന് കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇന്ത്യാജൻ പ്രോജക്റ്റ് മാപ്പിംഗ് ജീനോം ഓഫ് 1008 ഇന്ത്യൻ, ഏകദേശം 1008 ഇന്ത്യക്കാരുടെ ജീനോം മാപ്പിംഗ് നടത്തുക എന്നുള്ളതാണ് ഇന്ത്യാജൻ പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം. ജീനോം മാപ്പിംഗ് ഓഫ് 1008 ഇന്ത്യൻസ്, ഏകദേശം 1008 ഇന്ത്യൻസിൻ്റെ ജീനോം മാപ്പിംഗ് നടത്തുക. നടത്തുന്ന ആരാന്ന് നോക്കാം, സെൻറ്റർ ഫോർ സെൽ ആൻഡ് മോളിക്കുലാർ ബയോളജി ആണ് കേട്ടോ. സെൻറ്റർ ഫോർ സെൽ ആൻഡ് മോളിക്കുലാർ ബയോളജി, സെൻറ്റർ ഫോർ സെൽ ആൻഡ് മോളിക്കുലാർ ബയോളജിയാണ് ഈ ഒരു പ്രോജക്റ്റ് നടത്തുന്നത്. സെൻറ്റർ ഫോർ സെൽ ആൻഡ് മോളിക്കുലാർ ബയോളജി. ഇപ്പോൾ ജീനോം ഇന്ത്യ പ്രോജക്റ്റ് ഏകദേശം ഈ ഒരു വാല്യൂ ഓർത്ത് വെക്കണം കേട്ടോ. ഇന്ത്യാജൻ പ്രോജക്റ്റ് 1008 ഇന്ത്യൻസിനെ ജീനോം മാപ്പിംഗ് നടത്തുക എന്നുള്ളതാണ്. സെൻറ്റർ ഫോർ സെൽ ആൻഡ് മോളിക്കുലാർ ബയോളജിയാണ് ഈ ഒരു പ്രോഗ്രാം എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇതിന് അടിയിൽ വരുന്ന സെൻറ്റർ ഫോർ സെൽ ആൻഡ് മോളിക്കുലാർ ബയോളജിയിലെ അണ്ടറിൽ ഹെഡ് ചെയ്യുന്നത് CSIR-ഉം അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജീനോമിക്സ് ആൻഡ് ഇൻ്റഗ്രേറ്റീവ് ബയോളജി ഇൻ ഹൈദരാബാദും കൂടെ ചേർന്നിട്ടാണെന്ന് കൂടി ഓർത്ത് നോക്കുക. നെക്സ്റ്റ് നോക്കാം, lavender revolution or purple revolution. എന്താണ് lavender revolution or purple revolution? So lavender revolution or purple revolution എന്ന് പറയുന്നത് for increasing the production of aromatic plants. It is a base revolution on the basis of aromatic or aroma mission by the government of India. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അരോമ മിഷൻ ഉണ്ട് ടു ഇൻക്രീസ് അരോമാറ്റിക് പ്ലാന്റ്സിൻ്റെ അഗ്രികൾച്ചർ കൾട്ടിവേഷൻ കൂട്ടുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓക്കെ, ഇറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് ആൻഡ് ടെക്നോളജിയാണ് ഇത് കൊണ്ടുവന്നത്. ഓക്കെ, ഇനിഷ്യേറ്റീവ് ഓഫ് CSIR, ഇതിൻ്റെ കൂടെ തന്നെ ആരും ഉണ്ട്, CSIR-ഉം ഉണ്ട്, കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രി റിസർച്ചും ഉണ്ട്. ഈ lavender revolution അല്ലെങ്കിൽ പർപ്പിൾ റവല്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ടു ഇൻക്രീസ് lavender കൾട്ടിവേഷൻ ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. എവിടെയാണ്? ജമ്മു ആൻഡ് കാശ്മീരിൽ lavender കൾട്ടിവേഷൻ എന്ത് ചെയ്യുക, കൂട്ടുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഫോർ എ ക്രോപ്പ് ബേസ്ഡ് അഗ്രോ എക്കണോമി ബൈ റെഡ്യൂസിങ് ഇമ്പോർട്ട്സ് ഓഫ് അരോമാറ്റിക് ഓയിൽസ് ആൻഡ് ഇൻക്രീസിങ് ഹോം ഗ്രൗണ്ട് വെറൈറ്റീസ്. അപ്പം അരോമാറ്റിക് പ്ലാന്റ്സിൻ്റെ ഇമ്പോർട്ട് കുറച്ചുകൊണ്ട് നമ്മൾ അരോമാറ്റിക് പ്ലാന്റ്സിലുള്ള സെൽഫ് സഫിഷ്യൻസി അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന മിഷനാണ് അരോമ മിഷൻ. ഓർ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് പർപ്പിൾ ഓർ lavender റവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എന്താണ് അരോമ മിഷൻ എന്ന് നമുക്ക് അറിയണം. സോ അരോമ മിഷൻ വാസ് ലോഞ്ച്ഡ് ബൈ CSIR. ആരാണ് അരോമ മിഷൻ്റെ ഹെഡ്? CSIR ആണ്. ടു ബ്രിങ് ട്രാൻസ്ഫോർമേറ്റീവ് ചേഞ്ചസ് ഇൻ ദ അരോമ സെക്ടർ ത്രൂ ഡിസൈൻഡ് ഇൻ്റർവെൻഷൻസ് ഇൻ ദ ഏരിയാസ് ഓഫ് അഗ്രികൾച്ചർ, പ്രോസസ്സിംഗ് ആൻഡ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെ പുതിയ ഇന്നവേഷൻസ് കൊണ്ടുവരികയും അതിൻ്റെ ഭാഗമായിട്ട് അരോമാറ്റിക് പ്ലാന്റ്സിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് CSIR കൊണ്ടുവന്നൊരു മിഷനാണ് അരോമ മിഷൻ. മെനി ഓഫ് ദ അരോമാറ്റിക് പ്ലാന്റ്സ് ആർ യൂസ്ഡ് ഫോർ മെഡിസിനൽ പർപ്പസസ്. ഈ ഒരു പോയിന്റ് ഓർത്തോണം. അരോമാറ്റിക് പ്ലാന്റ്സ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മെഡിസിനൽ പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ്. മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഈ ഒരു പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന CSIR ആയതുകൊണ്ട് തന്നെ പർപ്പിൾ റവല്യൂഷനുമായി ബന്ധപ്പെട്ട് CSIR-ൻ്റെ പേര് ഒരുപാട് തവണ ന്യൂസിൽ വന്നിട്ടുള്ള വി ഹാവ് ടു നോ അബൌട്ട് വാട്ട് ഈസ് കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, CSIR India. ഇറ്റ് ഇസ് ദ ലാർജസ്റ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ R&D സെക്ടറാണ് ആര്? CSIR, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. ഇറ്റ് വാസ് സെറ്റ് അപ്പ് ഇൻ September 1942. It was funded by Ministry of Science and Tech. Ministry of Science and Tech. And it operates as an autonomous body. ഇപ്പോൾ ഇതെന്ത് ബോഡിയാണ്? ഒരു ഓട്ടോണമസ് ബോഡിയാണ്. ഓക്കെ, ഇറ്റ് ഫങ്ഷൻസ് as an autonomous body. It is an autonomous body and it provides technical intervention in areas like environment, health, drinking water, food, housing, energy, farm and non-farm sectors. അപ്പോൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങളിലെല്ലാം, അതായത് ഡ്രിങ്കിങ് വാട്ടർ ആവട്ടെ, ഫുഡ് ആവട്ടെ, ഹൗസിംഗ് ആവട്ടെ, എനർജി ആകട്ടെ, ഫാം ആവട്ടെ, നോൺ ഫാം സെക്ടേഴ്സ് ആവട്ടെ, ഇതിൻ്റെ അകത്തെല്ലാം CSIR എന്ത് ചെയ്യാറുണ്ട്? അവരുടെ സയൻറ്റിഫിക് ഇൻ്റർവെൻഷൻസ് നടത്താറുണ്ട്. CSIR-ൻ്റെ ഹെഡ് ആരാന്ന് ഓർത്ത് നോക്കുക. CSIR-ൻ്റെ ഹെഡ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്ററാണ്. ഓക്കെ, CSIR-ൻ്റെ ഹെഡ് ആരാണ്? പ്രൈം മിനിസ്റ്ററോ. ചെയർമാൻ ആരാണ്? പ്രൈം മിനിസ്റ്ററാണ്. വൈസ് ചെയർമാൻ ഓഫ് CSIR ഈസ് ദ മിനിസ്റ്റർ ഓഫ് സയൻസ് ആൻഡ് ടെക്. സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മിനിസ്റ്റർ ആരാണ്? അയാൾ തന്നെയാണ് CSIR-ൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ,
സോ mRNA വാക്സിൻ, ഇന്ത്യ ഫസ്റ്റ് mRNA വാക്സിൻ ടെക്നോളജി ടു ഫൈറ്റ് COVID-19 എന്ന് പറഞ്ഞ് ന്യൂസിൽ വന്നിരുന്നു. അപ്പോൾ എന്താണ് ഈ മൈക്രോ RNA എന്ന് ആദ്യം അറിയണം. എന്താണ് മൈക്രോ RNA? So we have to know about what is micro RNA. So micro RNA is the short non-coding RNA. അതിനെ വിളിക്കുന്ന പേര് ഷോർട്ട് നോൺ കോഡിംഗ് RNA ആണ്. ഷോർട്ട് നോൺ കോഡിംഗ് RNA ഈസ് നോൺ ആസ് മൈക്രോ RNA. ആൻഡ് ആൾസോ ഇറ്റ് ഈസ് എക്സ്ട്രാ ക്രോമസോമൽ. അടുത്ത പോയിന്റ് എന്താണ്? ഇറ്റ് ഈസ് എക്സ്ട്രാ ക്രോമസോമൽ ആണ്. ഓക്കെ, എക്സ്ട്രാ ക്രോമസോമൽ ആണ്, എക്സ്ട്രാ ക്രോമസോമൽ ആണ്. ആൻഡ് അറ്റാക്ക് കോവിഡ് വൈറസ് അഫക്റ്റിംഗ് ഇറ്റ്സ് ജെനറ്റിക് മെറ്റീരിയൽ ആൻഡ് റിഡക്റ്റിംഗ് ഇറ്റ്സ് സെവറിറ്റി. ഇപ്പോൾ കോവിഡ് വൈറസിനെ അറ്റാക്ക് ചെയ്തിട്ട് അതിൻ്റെ ജെനറ്റിക് മെറ്റീരിയൽസിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് മൈക്രോ RNA ലക്ഷ്യം. സോ ഇതുമായി ബന്ധപ്പെട്ടൊരു സെഗ്മെൻറ്റ് വരുന്നതാണെന്ത്? mRNA വാക്സിൻ അല്ലേ? mRNA വാക്സിൻ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് mRNA വാക്സിൻ? mRNA വാക്സിൻ, ഇപ്പോൾ mRNA വാക്സിൻ എന്ന് പറഞ്ഞാൽ it is a segment of RNA from virus. It is a segment of RNA from virus is injected into cell to stimulate response. Is injected into cell to stimulate response. അപ്പോൾ ഈ നമ്മൾ സെല്ലിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും. എന്താണ് ഇതിൻ്റെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഒരു RNAയുടെ സെഗ്മെൻ്റ് ആണ്. വൈറസിൽ നിന്നുള്ള, എവിടെ നിന്നുള്ള? വൈറസിൽ നിന്നുള്ള RNAയുടെ ഒരു സെഗ്മെൻ്റ് ആണ്. അത് നമ്മൾ സെല്ലിലേക്ക് ഇഞ്ചെക്ട് ചെയ്തിട്ട് റെസ്പോൺസ് എന്താണെന്ന് മനസ്സിലാക്കും. സെൽ പ്രൊഡ്യൂസസ് ആൻറ്റിജൻ ഫ്രം mRNA ലീഡിങ് ടു ഇമ്മ്യൂണിറ്റി. ഈ ഇത് കുത്തിവെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സെൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ആൻറ്റിജൻ, ബിക്കോസ് ഫോറിൻ ബോഡി ആണല്ലോ, ആൻറ്റിജൻ പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ഉണ്ടാവും? ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവും. ഓക്കെ, അത് ഓർത്ത് നോക്കുക, ഇമ്മ്യൂണിറ്റി പവർ നമുക്ക് ബിൽഡപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. ഇറ്റ് ഈസ് അബൌട്ട് ദ ഇൻ്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് അല്ലേ? നോക്കാം, ഇൻ്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് റീസെൻ്റ്ലി ന്യൂസിലുണ്ടായിരുന്നു. എന്താണ് ഇൻ്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ്? ഇറ്റ് ഈസ് എൻ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് എ UN സ്പെഷ്യലൈസ്ഡ് ഏജൻസി. ഇപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടോ? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. UN സ്പെഷ്യലൈസ്ഡ് ഏജൻസി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, കാരണം UPSC ചോദിക്കും, ഇപ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ സ്പെഷ്യലൈസ്ഡ് ഏജൻസി ഓഫ് UN എന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ് അല്ലേ? ഇൻ്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് UN സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്. ഇറ്റ് വർക്ക്സ് ടു അഡ്രസ് പോവർട്ടി ആൻഡ് ഹങ്കർ ഇൻ റൂറൽ ഏരിയാസ് ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസ്. അപ്പോൾ ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? ഇറ്റ് വർക്ക്സ് ടു അഡ്രസ് പോവർട്ടി ആൻഡ് ഹങ്കർ ഇൻ റൂറൽ ഏരിയാസ് ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ്. Only multilateral development organization that focuses solely on rural economies and food security. So ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ഓർത്ത് നോക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ഒൺലി, ഒരു നമ്മളവിടെ ഒരു എക്സ്ട്രീം വാക്ക് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇറ്റ് ഈസ് ദ ഒൺലി മൾട്ടിലാറ്ററൽ ഡെവലപ്മെൻറ്റൽ ഓർഗനൈസേഷൻ that focuses solely on rural economies and food security. It is headquarters in Rome, Italy അല്ലേ? ഇപ്പോൾ റോമിൽ ഉള്ളതാണ്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? റോമിലാണ് അല്ലേ? അവിടെ തന്നെയാണ് ഇൻ്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റും വരുന്നത്. സോ ഇറ്റ് ഫണ്ട്സ് ആൻഡ് സ്പോൺസേഴ്സ് ഇനിഷ്യേറ്റീവ്സ് ദാറ്റ് ഇംപ്രൂവ് ലാൻഡ് ആൻഡ് വാട്ടർ മാനേജ്മെൻറ്റ്. അപ്പോൾ ഇവർ ഈ ഇനിഷ്യേറ്റീവ്സ് ഉണ്ടാവുമല്ലോ, ഓരോ രാജ്യങ്ങളിലും ഓരോ റീജിയൻസിലും ഇനിഷ്യേറ്റീവ്സ് ഉണ്ടാവും. അത് സെലക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഇനിഷ്യേറ്റീവ്സ്? ഫോർ ഇംപ്രൂവിങ് ലാൻഡ് ഇംപ്രൂവ് ചെയ്യുന്ന, വാട്ടർ മാനേജ്മെൻറ്റ് ഇംപ്രൂവ് ചെയ്യുന്ന, റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യുന്ന, ട്രെയിൻ ആൻഡ് എഡ്യൂക്കേറ്റ് ഫാമേഴ്സ് ഇൻ മോർ ടെക്നോളജീസ്, ബിൽഡ് അപ്പ് റിസൈലൻസ് അഗൈൻസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച്, എൻഹാൻസിങ് മാർക്കറ്റ് അക്സസിബിലിറ്റി ആൻഡ് മോർ. അപ്പോൾ ഇങ്ങനെ ഒരു റൂറൽ ഏരിയാസിൻ്റെ മുഴുവൻ ഇക്കണോമിക്കൽ സെക്ടറിനെയും ബിൽഡപ്പ് ചെയ്യാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്ന ഇനിഷ്യേറ്റീവ്സിന് ഫണ്ട് ചെയ്യുക എന്നുള്ളത് ഇൻ്റർനാഷണൽ പേരിൽ തന്നെ ഇൻ്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചറിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. And നോക്കുക, it is one of the major outcomes of the UN in 1974 World Food Conference that was held in Rome. അപ്പോൾ ഇത് വേൾഡ് ഫുഡ് കോൺഫറൻസുമായി ബന്ധപ്പെട്ട 1974 1974 ഉണ്ടായതാണ് ഇൻ്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഇസ് അബൌട്ട് GM or genetically modified soybean. So the Union government decided to allow import ഓഫ് ജനറ്റിക്കലി മോഡിഫൈഡ് സോയാബീൻ. അപ്പോൾ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള സോയാബീൻസ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം എന്ന് ആര് പറയുന്നു? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറയുന്നു. വൈ ഇറ്റ്സ് നെസസിറ്റി? എന്താണ്? ദ പൗൾട്രി ഇൻഡസ്ട്രി ഹാസ് ബീൻ ക്രഷ്ഡ് ബൈ മൾട്ടിപ്പിൾ ഡിസാസ്റ്റേഴ്സ് ലൈക്ക് COVID-19, avian flu cases led to crash, followed by crippling rise in the prices of poultry feed over last year and a half. അപ്പോൾ പോൾട്രിയുടെ വില കൂടുന്നു. സോ പോൾട്രിയുടെ വില കൂടുന്നു ആൻഡ് പ്രൈസ് കൂടുന്നു ആൻഡ് പോൾട്രിയുടെ പ്രശ്നം, പോൾട്രി എക്കണോമി തകരുന്നു.
So plus rising soya meals prices when which is main protein ingredient in the feed. അപ്പോൾ പ്രോട്ടീൻ ഇൻഗ്രീഡിയൻറ്റ് കൂട്ടാൻ, അപ്പോൾ പൗൾട്രിയുടെ വില കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രോട്ടീൻ ഇൻഗ്രീഡിയൻറ്റ് കുറയും. അപ്പം അത് ബാലൻസ് ചെയ്തു പോകാൻ, ആ പ്രോട്ടീൻ കണ്ടൻറ്റ് ജനങ്ങൾക്ക് ബാലൻസ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഏത് ഇമ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത്, ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള സോയാബീൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. വാട്ട് ആർ ദ കൺസേൺസ് ആൻഡ് ക്രിറ്റിസിസംസ്? എൻവയോൺമെൻറ്റൽ ആക്ടിവിസ്റ്റ് ഹാവ് റൈസ്ഡ് കൺസേൺസ് അബൌട്ട് ദ പെർമിഷൻ given for something derived called genetically modified plant to enter human food chain gives that India's regulatory system has yet to approve GM foods. Besides, in 1989, a rule called Environmental Protection Act applied not just GM organisms but also products and substances thereof. So there is a problem which is related to the environment when we are importing genetically modified crops. What is the status of GM in India? The only GM crop approved was cotton in 2002. This is a very good statement. നോക്കാം, 2002 കൊണ്ടുവന്ന കോട്ടൺ മാത്രമാണ് ഇന്ത്യയിലുള്ള ജനറ്റിക്കലി. നൗ India had an effective ban on GM seeds for a considerable time. Now India allows the import of GM soybean and canola oil. അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് ഇമ്പോർട്ട് ചെയ്യാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് ആഫ്റ്റർ കോവിഡ് അറ്റാക്ക്. soybean, genetically modified soybean and canola oil. What is public financial management system? അത് കൂടെ നമുക്ക് നോക്കണം. PFMS. It is an online software application being implemented by Controller General of Accounts, CGA. അപ്പോൾ ഇത് ആരാണ് കൊണ്ടുവന്നത്? ഇറ്റ്സ് എൻ ഓൺലൈൻ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, പബ്ലിക് ഫിനാൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ ആണ് by Controller General of Accounts, CGA. It is an objective to track funds released to the states under the schemes of the Government of India. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്നും പല സ്റ്റേറ്റുകൾക്കും പല സ്കീമിലും കൊടുക്കുന്ന ഫണ്ട്സ് ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് പബ്ലിക് ഫിനാൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. The Public Financial Management System is a web-based online software application developed and implemented by the Controller General of Accounts, Department of Expenditure, Ministry of Finance. Okay, Ministry of Finance ആണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. Okay, so what is Green Energy Corridor? It is the project aims at synchronizing electricity produced from renewable sources with conventional stations in the grid. So it is mainly renewable source of energy ആയിട്ട് ബന്ധപ്പെട്ടതാണ്. Okay, it is renewable sources of energy. And the Green Energy Corridor project is being implemented by respective state transmission utilities, allocating the work through a competitive bidding process. And the Ministry of monitors the project every month. Central financial assistance at 33% of the project cost will help in offsetting intrastate transmission charges and thus keeping the power cost down. Okay, power cost നമുക്ക് കുറച്ച് വെക്കാൻ കഴിയുമെന്നാണ് ഗ്രീൻ എനർജി കോറിഡോർ പറയുന്നത്. നെക്സ്റ്റ്, പ്ലാസ്റ്റിക് മാനേജ്മെൻറ്റ് അമെൻമെൻറ്റ് റൂൾസ് 2001. So Ministry of Environment has issued a draft of Plastic Waste Management Rules 2021. What is it? 2016 റൂൾസ് നമുക്ക് നോക്കണം. Notified that in suppression in earlier plastic waste management rules of 2011 അമെൻമെൻറ്റ് എടുത്തി 16 ഇപ്പോൾ പിന്നെയും പുതിയ അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. It increased to minimum thickness of plastic carry bags from 40 to 50 microns and stipulate minimum thickness is 50 micron. Plastic sheets are allowed collection recycle of plastic waste. അപ്പോൾ ഇത് 40 നിന്ന് എത്ര ആക്കി മാറ്റിയിട്ടുണ്ട്? 50 microns ആക്കി മാറ്റിയതാണ് 2016. It extends rules of to all villages ever earlier admissible up to municipal areas also, and the responsibilities of producers and generators both in plastic waste management system. Introduce collect back system of plastic waste by the producers or brand owners as per the extended producers of responsibility. This is an important point which UPSC asked in the previous year from environmental section, that extended producers responsibility. The producer has the responsibility, plastic waste. Okay, to introduce collection of plastic waste management free through pre-registration of the producers, importers of plastic carry bags, multi-layered packaging and vendors selling the same, establishing waste management system. അപ്പോൾ ഇത് കൃത്യമായിട്ട് കളക്ട് ചെയ്യാനും റീകളക്ട് ചെയ്യാനുമുള്ള സിസ്റ്റമാറ്റിക് തിങ്സ് ഉണ്ടായിരിക്കണമെന്ന് ഈ നിയമത്തിൽ പറയുന്നു. ആൻഡ് മാനുഫാക്ചറിങ് ആൻഡ് യൂസ് ഓഫ് നോൺ റീസൈക്ലബിൾ മൾട്ടിലേഡ് പ്ലാസ്റ്റിക് ഇറ്റ് ഷുഡ് ബി ഫേസ്ഡ് 2 years in time, ഫേസ്ഡ് ഔട്ട്. റെസ്പോൺസിബിലിറ്റി ഓഫ് ലോക്കൽ ബോഡീസ് ആൻഡ് ഗ്രാമപഞ്ചായത്തിനാണ് ഇത് റീസൈക്കിളബിൾ ആയിട്ടുള്ളതിൻ്റെ ഉത്തരവാദിത്തം.
Local bodies shall be responsible for setting up operationalization and coordination of waste management system for performing associated functions. So local bodies വളരെ ഓപ്പറേഷണലൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യണം, കൈകാര്യം ചെയ്യണമെന്നാണ് പുതിയ വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസിൽ പറയുന്നത്. റെസ്പോൺസിബിലിറ്റി ഓഫ് റീറ്റെയിലേഴ്സ് ആൻഡ് സ്ട്രീറ്റ് വെൻഡേഴ്സ്. അവരുടെ ഉത്തരവാദിത്തം എന്താ? റീറ്റെയിലേഴ്സ് ഓർ സ്ട്രീറ്റ് വെൻഡേഴ്സ് ഷാൾ നോട്ട് സെൽ ഓർ പ്രൊവൈഡ് കമ്മോഡിറ്റീസ് ഇൻ പ്ലാസ്റ്റിക് ഷീറ്റ്. അവർ പ്ലാസ്റ്റിക് ഷീറ്റിൽ കൊടുക്കാൻ പാടില്ല. ഓർ മൾട്ടി ലെയർഡ് പാക്കിംഗ് ഓർ ദേ ആർ ലയബിൾ ടു ഫീ ഫൈൻസ്. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഫൈൻ അടയ്ക്കേണ്ടി വരും. റീയൂസ് ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ്. ദ ഓപ്ഷൻസ് ഓഫ് റീയൂസ് ഓഫ് പ്ലാസ്റ്റിക് ഇൻ വേരിയസ് ആപ്ലിക്കേഷൻസ് നെയിംഡ് റോഡ് കൺസ്ട്രക്ഷൻ, വേസ്റ്റ് ടു ഓയിൽ, വേസ്റ്റ് ടു എനർജി വിൽ എൻഹാൻസ് റീസൈക്ലിംഗ് ഓഫ് പ്ലാസ്റ്റിക്. ഇങ്ങനെയൊക്കെ റീസൈക്കിൾ ചെയ്യാൻ പറ്റും. 2021 കറണ്ട് ഡ്രാഫ്റ്റ്. ഇതാണ് പ്രിലിംസുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ളത്. It will extend the applicability of the rules to brand owner, plastic waste processor, including recycler, co-processor, etc. ഈ എക്സ്റ്റെൻഡ് ആപ്ലിക്കബിലിറ്റി, ഇപ്പോൾ ഈ റെസ്പോൺസിബിലിറ്റി ആർക്കൊക്കെ എത്തുമെന്നാണ് പറയുന്നത്? ബ്രാൻഡ് ഓണർ ഉണ്ട്, പ്ലാസ്റ്റിക് വേസ്റ്റ് പ്രോസസ്സർ ഉണ്ട്, ഇൻക്ലൂഡിങ് ദ റീസൈക്ലർ, കോ പ്രോസസ്സർ എക്സെട്ര. ഇത്രയും ആൾക്കാർക്ക് ഇത് എത്താൻ സാധ്യതയുണ്ട് എന്നാണ് അവർ പറയുന്നത്. ആൻഡ് ഇറ്റ് വിൽ ഇൻക്രീസ് ദ തിക്നെസ് ഓഫ് ക്യാരി ബാഗ്സ് മെയ്ഡ് ഓഫ് വിർജിൻ പ്ലാസ്റ്റിക് ടു 120 മൈക്രോൺസ് ഫ്രം 50 മൈക്രോൺസ്. പുതിയ നിയമം ഇതൊന്നും ഓർക്കുക, 2016 അത് 50 മൈക്രോൺസ് ആയിരുന്നു. ഓക്കെ, 50 മൈക്രോൺസ് ആയിരുന്നു. 2021 വരുമ്പോൾ മൈക്രോൺസ് എത്രയായിട്ട് കൂട്ടി? 120 മൈക്രോൺസ് ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. 120 മൈക്രോൺസ് ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. Draft also proposes a ban on the use of specific single-use plastic from January 1, 2022. അതുപോലെ ഡ്രാഫ്റ്റ് ആൾസോ പ്രോസസ്സസ് എ ബാൻ ഓൺ ദ യൂസ് ഓഫ് സ്പെസിഫിക് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്. ഒറ്റ തവണ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ, അതിൽ ബാൻ വന്നു January 1, 2022 മുതൽ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. January 1, 2022 മുതൽ. These include plastic sticks for balloons, plastic flags, candy sticks, ice cream sticks and a thermocol extended polystyrene for decoration. ഓക്കെ, അപ്പോൾ എന്തൊക്കെ വരുന്നുണ്ട്? ബലൂൺസ്, പ്ലാസ്റ്റിക് ഫ്ലാഗ്സ്, ക്യാൻഡി സ്റ്റിക്സ്, ഐസ്ക്രീം സ്റ്റിക്സ്, തെർമോക്കോള്, എക്സ്റ്റേണൽ പോളിസ്റ്ററിൻ ആൻഡ് ഫോർ ഡെക്കറേഷൻ. അപ്പോൾ ഇതെല്ലാം എന്തിൽ ഉൾപ്പെടും? ബാൻ വന്നതിനകത്ത് ഉൾപ്പെടും. ഓക്കെ, January 1, 2022. Okay, there next was India reduces to ratify Kigali Agreement. Okay, India on Wednesday decided to ratify a key amendment to the 1989 Ozone Saving Montreal Protocol, negotiated 5 years. National strategy of phase down hydrofluorocarbons as per the applicable phase down schedule for India will be developed after record consultation in 2023. All the stakeholders industries. So here, what is Kigali Agreement? Montreal Protocol was successful in removing ozone layer depletion or depleting chemicals from cooling devices. However, this filled the atmosphere with highly potent greenhouse gases like hydrofluorocarbons and HCFCs and electricity used to run cooling devices as greenhouse emitters. To address this Montreal Protocol, the only universally adopted treaty expanded its scope and ambition was in 2016 by introducing Kigali Agreement. അപ്പോൾ കിഗാലി അമെൻമെൻറ്റ് എന്ന് പറയുമ്പോൾ മോൺട്രിയൽ പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ട് ഓസോൺ ലെയർ ഡിപ്ലീഷൻ്റെ പ്രൊട്ടക്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതാണ് ഇന്ത്യ എന്ത് ചെയ്തത്? റാറ്റിഫൈ ചെയ്തത്. Parties of the Montreal Protocol will face down production and consumption of hydrofluorocarbons, commonly known as HCFCs. It came to effect in 1st January 2019. ഇത് നിയമം ഈ കിഗാലി അമെൻമെൻറ്റ് നിലവിൽ വരുന്നത് 1st January 2019 It is legally binding agreement ആണ് between signatory parties and non-compliance measures. The parties are expected to reduce the manufacture and use of HCFCs by roughly 80 to 85%. Respective waistlines of 2045 ആകുമ്പോഴത്തേക്ക് 80 to 85% കുറയ്ക്കണം. അപ്പോൾ ഇത് വളരെ ലീഗൽ ബൈൻഡിങ് ആയതുകൊണ്ട് ഇന്ത്യ ഇപ്പോഴാണ് എന്ത് ചെയ്തത്? റാറ്റിഫൈ ചെയ്തത്. ഇന്ത്യ ഹാസ് ടു റെഡ്യൂസ് HCFC by 80% by the year 2047. China and US have to achieve same target by 2045 and 2034 respectively. India will complete its first phase, its phase down HCFC in 4 steps: 2030, 2032, 2037, 2040 and 2047. Okay, so increasing urbanization and installation of new street lights will cause some problem called light pollution. What is light pollution? Is the presence of unwanted, inappropriate or excessive artificial lighting. Globally, nights are becoming even brighter. ഇപ്പോൾ രാത്രിയിൽ ഒരുപാട് ലൈറ്റ് ആകുമ്പോൾ it will create so many problems. Okay, sky, what is sky glow? It is an omnipresent sheet of light across the night sky in and around cities that block all but very brightness star from the sky. So അങ്ങനെ all
but very brightest star from view block ചെയ്യുന്നു. And it occurs both natural and human made sources. Natural components of the sky glow sources are sunlight reflected off the moon and earth, faint air glow in the upper atmosphere, a permanent low grade aura, sunlight reflected off interplanetary dust. Okay, so light pollution artificially has aggravated the sky glow. Sky glow ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം ലൈറ്റ് പൊല്യൂഷൻ ആണ്. ഹാംഫുൾ എഫക്ട്സ്. This light flood directly into the eyes of animals, nocturnal animals, രാത്രി കാലത്ത് നടക്കുന്ന animals that are active at night, leading them to deviate from their path. It can disrupt circadian rhythm, natural internal process that regulates sleep-wake cycle of humans also. Okay, so it also affects plants' daily cycle of light and dark rhythm, govern the life-sustaining behavior such as reproduction, nourishment, sleep, and protection from predators. So it also affects animals also, plants also. What are the some species in news for prelims? നമുക്ക് അതും കൂടെ നോക്കാം. സ്ലെൻഡർ ലോറിസ്. സ്ലെൻഡർ ലോറിസ് എന്ന് പറയുന്നത് നേറ്റീവ് ടു ഇന്ത്യ ആൻഡ് ശ്രീലങ്കയാണ്. അപ്പോൾ ഇത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓർത്ത് നോക്കണം. നേറ്റീവ് ടു ഇന്ത്യ ആൻഡ് ശ്രീലങ്ക. സ്ലെൻഡർ ലോറിസ് നേറ്റീവ് ടു ഇന്ത്യ ആൻഡ് ശ്രീലങ്ക സ്പെൻഡ് മോർ ഓഫ് ദെയർ ലൈഫ് ഇൻ ട്രീസ് ട്രാവലിംഗ് അലോങ് ദ ടോപ്സ് ഓഫ് ബ്രാഞ്ചസ് വിത്ത് സ്ലോ ആൻഡ് പ്രിസൈസ് മൂവ്മെൻറ്റ്സ്. Found in tropical rainforest, scrub forest, semi-deciduous forest and swamps. Believed that these animals have some medicinal properties. They are captured and sold. They are illegally smuggled. Habitat loss, electrocution of live wires and road accidents are the other threats. So many threats are followed by. So they are native to India and Sri Lanka also. Is found grey slender loris. Term കണ്ടോ മാറുന്നത്. Grey slender loris found in southwestern India, roughly between Tapti and Godavari rivers, south coast of the Indian subcontinent. അപ്പോൾ ഗ്രേ മറ്റേ സ്ലെൻഡർ ലോറിസ് ആണ്. ഗ്രേ സ്ലെൻഡർ ലോറിസ് എവിടെ കാണപ്പെടുന്നു? ബിറ്റ്വീൻ താപ്തി ആൻഡ് ഗോദാവരി റിവേഴ്സ്. സബ്സ്പീഷീസ് ഇൻ സൗത്ത് വെസ്റ്റേൺ ഇന്ത്യ. The Malabar grey slender loris occurs in the wet forest of the Western Ghats in the states of Karnataka, Kerala and Tamil Nadu. The Mysore grey slender loris inhabits the tropical dry forest of the Eastern Ghats in the states of Andhra, Karnataka, Tamil Nadu. It can also be found on the dry eastern slopes of the Western Ghats. And grey adjacent storks are considered in the mound of Vishnu, one of the Hinduism's prime deities. Distribution once found across South and Southeast Asia, the greater adjutant is one of the most threatened stork species in the world. So ഇതൊരു ടൈപ്പ് ഓഫ് ഈഗിളൊക്കെ പോലെ ഉള്ള ഒരു സംഗതിയാണ്. വൾച്ചർ പോലുള്ളതാണ് ഗ്രേറ്റ് അഡ്ജുഡൻറ്റ് സ്ട്രോക്സ്. അത് എവിടെയാണ് കാണപ്പെടുന്നത് നോക്കണം. അത് കാണപ്പെടുന്നത് മെയിൻലി സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ. ഗ്രേറ്റ് അഡ്ജുഡൻറ്റ് ഓഫ് വൺ ഓഫ് ദ മോസ്റ്റ് സ്ട്രോക്ക് സ്പീഷീസ് ഇൻ ദ വേൾഡ് ആണ്. ഓൺലി 3 നോൺ ബ്രീഡിംഗ് ഗ്രൗണ്ട്സ്. 1 കംബോഡിയ ആൻഡ് 2 ഇൻ ഇന്ത്യ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കണ്ടോ, ലോകത്തിൽ നോക്കിയാൽ 3 ബ്രീഡിംഗ് ഗ്രൗണ്ട്സേ ഉള്ളൂ. അതിലൊന്ന് കംബോഡിയയിലാണ്. അതിൽ മറ്റ് 2 ഇന്ത്യയിലെ അസമും ബീഹാറുമാണ്. അതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. ഓക്കെ, സോ കൺസർവേഷൻ സ്റ്റാറ്റസ് IUCN ആണ്, ക്രിട്ടിക്കലി എൻഡേഞ്ചർ ആണ്. ഓക്കെ, ഈ ഗ്രേറ്റ് അഡ്ജുഡൻറ്റ് സ്ട്രോക്സിൻ്റെ. ഓക്കെ, സോ ദാറ്റ്സ് ആൾ അബൌട്ട് ടുഡേയ്സ് കറണ്ട് അഫെയർ സെഷൻ. So we are winding up. Thank you.